എമിഷൻ എന്നുള്ളത് KSRTC മാത്രമല്ല, ഈ വാഹന വകുപ്പ് എന്നുള്ളത് വാഹനങ്ങളെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ വാഹന ഉടമസ്ഥന്മാർക്ക് പിഴ അടയ്ക്കാനുള്ള ഒരു വകുപ്പ് മാത്രമല്ല, ഇതൊരു പരിസ്ഥിതി വകുപ്പും കൂടിയാണ്. നമ്മുടെ എയർ പൊല്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ പറയുന്ന വാഹനപ്പുകയാണ്. അപ്പോൾ വാഹനപ്പുക നിയന്ത്രിക്കുന്നതിന് വേണ്ടി വാഹനപ്പുക പരിശോധന കേന്ദ്രങ്ങളുണ്ട്. അവരുടെ പ്രതിനിധികളായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അത് പൂർണ്ണമായിട്ടും പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ സംസാരിക്കുകയും അവരുടെയൊക്കെ എക്യുപ്മെൻറ്റുകൾ എല്ലാം പെർഫെക്റ്റ് ആക്കുകയും അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ എമിഷൻ കുറയ്ക്കണം. അപ്പോൾ ഇപ്പോൾ എന്താണ് എമിഷൻ എന്നുള്ളത് നോക്കിയിട്ട് അത് കുറയ്ക്കുന്നതിന് ഈ വാഹന വകുപ്പിന് വലിയൊരു റോളുണ്ട്. അത് KSRTCക്ക് മാത്രമല്ല, എല്ലാവർക്കും. ഇനിയിപ്പോൾ നമ്മൾ വേണ്ടത്ര പരിഗണിക്കാത്ത ഒരു സെക്ടറാണ് ഈ ട്രക്കുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ, ആയിരക്കണക്കിന് ട്രക്കുകൾ. അപ്പോൾ ആ ട്രക്കുകൾ ഇവിടെ വരുന്ന ട്രക്കാണെങ്കിലും ഇവിടുന്ന് പുറപ്പെടുന്ന ട്രക്കുകളാണെങ്കിലും അവരുടെ ഈ എമിഷൻ നമ്മളൊന്ന് റോഡിൽ വെച്ച് പരിശോധിക്കും തെറ്റില്ല. അപ്പോൾ അതവർ ഹാസിൽസ് ഉണ്ടാക്കാനല്ല, നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് വായു മലിനീകരണ നിയന്ത്രണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യ് വാഹന വകുപ്പാണ്. മാത്രമല്ല, ഇപ്പോൾ പഴയ ബസ്സുകളിൽ ബാറ്ററി വയ്ക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ നമ്പർ ഓഫ് തിങ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതാത് സമയത്ത് നമുക്ക് കാണാം. സ്ലോലി ബട്ട് സ്റ്റഡിലി. It is working. No. It is another issue. It is aged. അതൊന്നും ഇതായിട്ട് മിക്സ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതിലെല്ലാം വേണ്ടി വരുന്ന നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലും ഉണ്ടാകും. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പോലെ ഉള്ള KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിരിക്കും. That ends the matter. പിന്നെ ഓരോ നിർദ്ദേശങ്ങൾക്കും നന്ദി, നിങ്ങൾ നിർദ്ദേശിക്കണം. പിന്നെ രണ്ടാമത്തെ ആശങ്ക ഇതാണ്, ഇത് വലിയ മുങ്ങിപ്പോവോ? അതില്ല, അത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്. സംശയം തീരുന്നില്ല. അതിനെക്കുറിച്ച് നമ്മളെല്ലാ ഫിനാൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അങ്ങനെ പത്രസമ്മേളനത്തിൽ പറയേണ്ട ഒരു കാര്യമാണോ? അതെ, KSRTCയുടെ 2 ബാധ്യതകളുണ്ട്. ചോദിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. 125 കോടി അല്ലേ നമ്മൾ പെൻഷനും ശമ്പളവും കൂടെ ചേർത്ത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് ഗുഡ്, അത് കൊടുക്കും, ഇനിയും കൊടുക്കും. ഇപ്പോൾ അത് ഞാൻ മന്ത്രിയായിട്ട് ചുമതല എടുത്തപ്പോൾ ആദ്യത്തെ ചാലഞ്ച് അതായിരുന്നു, പെൻഷനും ശമ്പളവും കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കാൻ സാധിച്ചു. ഞാൻ മുൻകാലത്തെക്കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല, അതെൻ്റെ ഒരു രീതിയല്ല. പക്ഷേ ഇപ്പോൾ ഒരു അഡീഷണൽ ബർഡനും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അതും കൂടെ ഗവൺമെൻറ് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നതോടുകൂടി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് ധനമന്ത്രിയും. വളരെ വലിയ ഒരു പിന്തുണയാണ് ധനവകുപ്പ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൽ ഒരു വീഴ്ചയുണ്ടാവില്ല. ടെക്നിക്കൽ ഡീറ്റെയിൽസ് അത് ചോദിക്കരുതെന്നില്ല, പക്ഷെ പറയരുതെന്നുണ്ട്. പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഒരു ധനവകുപ്പിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ചോദിക്കരുത്. അത് ധനമന്ത്രിയാണ് കുറച്ചുകൊണ്ട്. പ്ലീസ്. ബാധ്യതയില്ല, ഗ്രാൻറ്റില്ലേ? എങ്ങനെയാണെന്ന് നിങ്ങൾ എത്ര പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കണില്ല. ലിറ്റിൽ ക്ലാസിഫൈഡ്. ഇത് കൊടുക്കുകയാണത്. കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും വിമർശിക്കണം കേട്ടോ. യെസ്, ഞങ്ങൾ ബസ് എടുക്കട്ടെ. ടേസ്റ്റ് ഓഫ് ദ പുഡിങ് നന്നായിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
ആ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ട്. അത് മേയർ വളരെ കോർഡിയലായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ടേസ്റ്റ് ഓഫ് ദ പുഡിംഗ് നല്ലതായിരിക്കും. ഏതാണ് അത്? ക്ലിയർ ചെയ്തല്ലോ. ഒരു കാറ്റഗറിയേ ഉള്ളൂ, ഓർഡിനറി. ടൗൺ ടു ടൗൺ ഓർഡിനറിയാണ്. അപ്പോൾ ടൗൺ ടു ടൗൺ ഉണ്ട്, ലിമിറ്റഡ് ഷോപ്പ് ഓർഡിനറി ഉണ്ട്, സിറ്റി ഫാസ്റ്റ് ഇല്ല. യെസ്, സിറ്റി സർക്കുലറിൽ ഓർഡിനറി ആണെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറഞ്ഞല്ലോ. ഇനി നമുക്ക് നിർത്താമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ ആ പറയാം. ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒരു ഇതായിട്ട് ഇറക്കാം കേട്ടോ. ഇറക്കാം. അതിൽ പിന്നെ നമ്മൾ ഉള്ള ഇതുണ്ടല്ലോ, ആനുകൂല്യമുള്ള ബസ്, അതൊരു ഒരു ഒരു കൺസേൺ ആണ്. ആളുകൾ വന്നിട്ട് ഇതിൽ ആനുകൂല്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത്, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്, പ്രിയദർശിനി. ആ ഡോറിൽ തന്നെ ഒട്ടിക്കാം. ഓക്കെ, ഫ്രണ്ടിലല്ല, ഡോറിലാണ് പ്രധാനം. ഫ്രണ്ടിലൊട്ടിക്കണേ ഫ്രണ്ടിലൊട്ടിക്കാം. യെസ്, ബാക്കിലൊട്ടിക്കാം. ആവശ്യമുള്ളവർക്ക് തരാം. റൈറ്റ്, നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല, അതൊക്കെ ഒരു മന്ത്രിയുടെ മുമ്പിൽ വരുന്ന കാര്യമാണോ അനിയ? അതെൻ്റെ ആളുകൾ അത് പിടിക്കട്ടെ, അവരത് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ.